നമ്മൾ പോയാൽ കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാരാണ് വേണ്ടി വലിയ കാര്യമുണ്ടോ? ആ ചെറുക്കം ഉണ്ടാവോ? ചെറുക്കം വിളിച്ചു നോക്കാം നമുക്ക്. അയിമല്ല മനസ്സാ ആ ബെല്ലിന് സ്വിച്ചാടെ കാണില്ല. നിങ്ങളെന്താണ് ഈ കാട്ടുന്നത്? നിങ്ങളെപ്പാണല്ലോ ഞാൻ പോന്നത് ഇപ്പൊ ഇതിന്. ചെന്ന് മുണ്ടാറില്ല ചെറുക്ക, അതുകൊണ്ട് ഇറങ്ങട്ടെ. ഊട്ടിയേ ഊട്ട്. ആ സാഹചര്യം ഒരാഴ്ചയായി എൻ്റെ അടുത്തൊരു ഭരണം വിചാരിച്ചിരിക്കണം. ഒരു കല്യാണം വിഷയങ്ങളൊക്കെ ആയിട്ട് ഒരു തിരക്ക്. നാട്ടിലാവുമ്പോ ആ ചങ്ങനെ കിട്ടുകാണ്ടൊക്കെ എന്താ അതിന്റെ സത്യം ഇതെന്ന് പറഞ്ഞ? അത് പല സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാരുണ്ട്, പഞ്ചാബികളും ഒക്കെ ഉണ്ട്. അവിടുന്ന് കയറ്റി അയച്ചപ്പോ ചങ്ങല കിട്ടിട്ടാണ് നിങ്ങളെ കൊടുക്കുന്നത്. വിമാനത്തിൽ നിന്നൊക്കെ അയക്കോ? അതുമില്ല. ടോയ്ലറ്റ് പോകാൻ വരെ ഇല്ല. നമ്മളവിടെ പോയി വിസന്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനത്തെ ഉള്ളൂ. പക്ഷെ ഞാനേ US പോകുന്നതിന് മുമ്പ് സൗദി അറേബ്യയിലായിരുന്നു. അന്ന് ഒരുപാട് ഞങ്ങൾക്കൊക്കെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഭക്ഷണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. സൗദി അറേബ്യയില് പല ആളുകളും ഉംറക്കൊക്കെ വന്ന് അവിടെ കൂടിയിട്ട് അവർ തിരിച്ചയക്കുമ്പോ ഫ്രീ ടിക്കറ്റ് എത്ര കൊടുത്തിട്ടുണ്ട് അവര്. അന്തസ്സായിട്ടാണ് നാട്ടിൽ പറഞ്ഞയക്കുന്നത്. നമ്മളെ എംബസി മുഖാന്തരം പിന്നെ അവിടുത്തെ സംഘടനകൾ മുഖാന്തരം ഒക്കെ. ചിലപ്പോ പിന്നെ സൗദിന്റെ പ്ലേറ്റ് തന്നെ കയറും, സൗദിയ അല്ലെങ്കിൽ നമ്മളെ എയറിന്റെ ഒക്കെ വന്നിട്ടുണ്ട്, ഒക്കെ വന്നിട്ടുണ്ട് മാന്യമായിട്ട്. പക്ഷെ നമ്മള് വിചാരിക്കുമല്ലോ അമേരിക്ക മനുഷ്യാവകാശം കാരണം നമ്മൾ പറയല് അതൊന്നും ഉണ്ടായില്ല എന്ന് മാത്രല്ല അടിമകളെ പിടിച്ചു കൊണ്ടുപോയില്ലേ പണ്ട് ആഫ്രിക്കയിൽ നിന്നൊക്കെ കൊണ്ടുപോയി പഴയ കഥ കേൾക്കാം. അതേപോലെ ചങ്ങലൊക്കെ ഇട്ടിട്ട് വിമാനത്തിൽ കൂടി ശരിക്ക് ഇരിക്കാൻ പറ്റാത്ത, ടോയ്ലറ്റ് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് കൊണ്ടുവന്നത്. ഞാന് പിന്നെ പേപ്പറിൽ വായിച്ചേ പിന്നെ ഒരു തുള്ളി വെള്ളം കുടിച്ചാണ് ഈ കജിന്റെ ആമുണ്ടല്ലോ, അത് ആമം നിങ്ങൾ വിട്ടു തരി വെള്ളം കുടിച്ച പ്ലേറ്റ് കയറി ചങ്ങായി ആകാശത്തിന്റെ മുകളിലല്ലേ. എന്നിട്ട് ടേക്ക് ഓഫ് ചെയ്താല് അങ്ങനെ കയ്യിൽ ആമോ അല്ലെങ്കിൽ ഇതൊക്കെ വെച്ചിട്ട് ചങ്ങലൊക്കെ ഇട്ടിട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഫ്ലൈറ്റിന്റെ ഉള്ളിലല്ലേ. അത് തീരെ മനുഷ്യത്വമില്ലാത്ത രീതിയിലാണ് പെരുമാറിയത്. അത് മാത്രല്ല ഇറ്റങ്ങള് കൊലപാതകം ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ കക്കാനല്ല പോയി. നമ്മളെ പ്രധാനമന്ത്രി ട്രംപിന്റെ അടുത്ത് നിന്നാണ് ഫോട്ടോ എടുക്കുന്നു, എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നതൊക്കെ. എന്നിട്ട് ആ ഒരു ബന്ധമൊന്നും തമ്മിലില്ല. നമ്മളെ ഈ ആൾക്കാരെ ഇങ്ങനെ കൊണ്ടുവരുമ്പോ അയാൾക്കൊന്നും പറഞ്ഞൂടെ? ട്രംപ് മൈ ഫ്രണ്ട് എന്നൊക്കെ പറയണം മൂപ്പര്, അങ്ങനത്തെ ആളാ. പക്ഷെ മൂപ്പര് വല്ലാത്തൊരവസ്ഥ. ഇന്ത്യക്കാരെന്ന് പറഞ്ഞ ബസാറായില്ലേ? അതല്ല, ഒരു പട്ടിയാളെ വില കൂടി കൊടുത്തിട്ടില്ലെന്ന് മാത്രല്ല, നമ്മളെ മന്ത്രി എന്താ പറഞ്ഞു അവിടുത്തെ നിയമമാണ് നമ്മൾ അനുസരിക്കണം. എന്ത് പണ്ടാറാണ് അതൊക്കെ വർത്താനം പറയുന്നത്. മോശമല്ലേ നമ്മള് ചങ്ങായിയെ നമ്മളെ ഇന്ത്യൻ പൗരനല്ലേ, ഒരു പട്ടിന്റെ വില കൂടി കൊടുക്കണില്ല എന്ന് പറഞ്ഞാല്. അത് മാത്രല്ല, ഞാൻ ഇന്ന് ഒരു വേറൊരു പേപ്പറിൽ വായിച്ചിട്ടോ, പല മറ്റു രാഷ്ട്രങ്ങളിലൊക്കെ ഇതേമാതിരി പറഞ്ഞയച്ചിട്ട് ആ പ്ലേറ്റ് ഉണ്ടല്ലോ അങ്ങനെ തിരിച്ചയച്ചു. എന്നിട്ട് ഞങ്ങളെ പൗരന്മാരെ മാന്യമായിട്ട് നിങ്ങൾ കൊന്നേക്കി. അതാണ് പറഞ്ഞത്. ഈ ഉണ്ടാക്കി പോരുമ്പോഴൊക്കെ രാഷ്ട്രീയക്കാർ വാങ്ങണില്ലേ? ഓരോ രാഷ്ട്രീയക്കാരും രാഷ്ട്രീയക്കാർ വാങ്ങണത് മാത്രല്ല ചങ്ങായിയെ, നമ്മളിലേറെ ചെറിയ രാഷ്ട്രമാണ്. ആ രാഷ്ട്രങ്ങളാണ് ഇയാള് ബർപ്പിച്ചത്. പ്രധാനമന്ത്രി അല്ലെങ്കിൽ മന്ത്രിമാരൊക്കെ ഇതാക്കിയിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയണ്ടല്ലേ, പറയണ്ടല്ലേ. അല്ലെങ്കിൽ തന്നെ ഇവിടെ ആകെ കുട്ടിച്ചോറായിട്ട് കുത്തിറക്കാണ്. പിന്നെ നമ്മുടെ നോട്ട് നിരോധനം, അതുപോലെ തന്നെ കോവിഡും കൊറോണയും ഒക്കെ ഇനി പറ്റങ്ങൾ കൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാടിന്റെ സ്ഥിതി എന്തായിക്കാരെന്ന് ആലോചിച്ച് നോക്കി നിങ്ങള്. നമ്മക്കറിയാം ഇവിടെ വരുമ്പോ നിങ്ങള് പിന്നെ ഗൾഫിൽ നിന്ന് വരികയാണെങ്കിലും ഈ കുട്ടികളൊക്കെ ഗൾഫിൽ നിന്ന് വരുമല്ലോ, ഗൾഫിൽ നിന്ന് വരികയാണെങ്കിലും അതേമാതിരി അമേരിക്കയിൽ നിന്ന് മറ്റൊടത്തൊക്കെ വരികയാണെങ്കിലും ഇങ്ങോട്ട് വരും മന്ത്രിമാർ, പിന്നെ ഇവിടുത്തെ നാട്ടിലെ ജനപ്രതിനിധികളും മറ്റൊരൊക്കെ വരൂല. കാരണം
ഓല് പിടുത്തം വിട്ട് വന്നതാണ്, ഓളെ നോക്കണ്ടാന്നുള്ളതാണ്. അപ്പൊ ഇവിടുത്തെ ആളുകളും മറ്റവരും ഒക്കെ കണക്ക് തന്നെയാണ്. മനുഷ്യന്മാർക്ക് ഒരു ബലമില്ല. പൈസ ഉണ്ടോ? മനുഷ്യന്മാർക്ക് പൈസ ഉണ്ടോ? അതെ, പൈസ ഉണ്ടെങ്കിൽ എല്ലാരും ഉണ്ടാവും. ഇതിപ്പോ പിന്നെ അവിടുന്ന് കയറ്റി വിട്ടിട്ടില്ലെങ്കിൽ വരുമ്പോ വരും, നേരം വെളുക്കുമ്പോണ്ടാവില്ല. പിന്നെ നമ്മള് കുറെ കണ്ടതാണ്. ആ പക്ഷെ ഞമ്മക്കൊരു വല്ലാത്തൊരു വിഷമമുണ്ട്. ഞങ്ങളിപ്പോ കുറെ ദിവസമായി ഇവനിങ്ങനെ വിളിച്ചു നമുക്ക് പോകില്ല. ഓരോ കല്യാണം തക്കാരം ചുക്കാരായിട്ട് വരണം വിചാരിച്ചിട്ട് ഇന്നാണ് വിട്ട് ഇനിയിപ്പോ നാളെ നേരം നിങ്ങളെങ്കിലും വന്നല്ലോ, വലിയ സന്തോഷം. ബലാക്കാൻ പറ്റുമോ? ഞമ്മൾക്ക് ഒരുപാട് സഹായം ചെയ്ത മനുഷ്യന്മാരങ്ങളൊക്കെ മറക്കൂല. പഠിച്ചോന്ന് വിചാരിച്ചു നമ്മള് മറക്കൂല. അതിൽ എന്റെ കുട്ടിനെ കെട്ടിച്ചാന്ന് ഒരുപാട് പൈസ ഇങ്ങോട്ട് ഭാര്യ പൈസ നിൽക്കണ് ഉണ്ടായിട്ടല്ല, നമുക്കറിയാം. നമുക്ക് എത്ര തന്നിക്കണം? എന്റെ പെരാക്ക പൈസ എന്നാണ് തന്നിട്ടുണ്ടോ? നന്ദി വേണം മനുഷ്യന്മാർക്ക്. പിന്നെ ഇവിടെ കിഴിഞ്ഞു പോയി, അവിടെ അത് പോയി, ഇതിന് പോയി, ഭാര്യ പോയി കൊടുത്തിട്ടില്ലേനോ? എത്ര മനുഷ്യന്മാരെ ഇവരൊക്കെ സഹായിച്ചിട്ടുണ്ട്. ഈ മനുഷ്യന്മാർക്ക് വന്നൊരു അവസ്ഥ. ഏതായാലും പടച്ചോൻ രക്ഷിച്ചും ഒരു ബേജാറാവണ്ട. ഒരു ഭാഗത്ത് അറിഞ്ഞാൽ മറ്റടുത്തുണ്ടാവും. ഒരു പേടിയും പേടിച്ചിട്ടുണ്ടാവും. നല്ലതേ പേരല്ലോ. ഇന്നത്തെ കാലത്ത് എല്ലാം ഒരുപാട് സഹായിച്ചിട്ടില്ലേ? ശരിയാണ്. പക്ഷെ മനുഷ്യന്മാരെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞാല് എന്തപ്പോ ചെയ്യ? തല തിരിഞ്ഞ നേതാക്കന്മാരെ ഞമ്മക്ക് എല്ലായിടത്തും കിട്ടുന്നത് അത് നമ്മൾ അനുഭവിച്ചേ പറ്റൂ. ഭാരം അനുഭവിക്കുക. അല്ല എന്ത് ചെയ്യണ്? തല തിരിഞ്ഞ ആളുകൾ ഇങ്ങനെ ചെയ്താൽ ഓർക്ക് 100 തലമുറക്കില്ല സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. നമ്മളെ പോലത്തെ പട്ടിയാളന്മാരെ ഇങ്ങനെ അഴിഞ്ഞു പിന്നെ അതന്നെ ഓർക്ക് ഇങ്ങനെ സുഖസുന്ദരമായിട്ട് പിന്നെ ഓരോ മണിക്കൂറിന് ഡ്രസ്സ് മാറുക, നല്ല നല്ല ഫ്ലൈറ്റുകൾ പോവാ, ലോകം മുഴുവനും ചുറ്റിക്കറങ്ങി കാണുക, എന്നിട്ട് നമ്മളെ നികുതി പണം കൊടുത്ത് ഇങ്ങനെ പോവുക. എന്നിട്ട് നമ്മക്കോ ഒരു വിലയില്ല. വിഷമിക്കൊന്നും വേണ്ട, ഞങ്ങള് പോവാണ് കേട്ടോ. ഇൻഷാല്ലാ ഞങ്ങള് പിന്നെ എന്തെങ്കിലും വരട്ടെ. വലിയ സന്തോഷം. ഓക്കെ, നമുക്ക് നമുക്ക് പോവാം. ഇൻഷാല്ലാ കാണട്ടെ. ഓക്കെ എന്നാല് ശരി. എന്നാ ശരി, പോയിട്ട് വരാം. ആയിക്കോട്ടെ, വലിയ സന്തോഷമായി. ൊന്നുമില്ല. ഓനെ കണ്ടപ്പോ നമുക്കൊരു മനസ്സമാധാനം ഉണ്ട്. ഓന് സമാധാനം ഉണ്ടായിട്ടുണ്ടോ അല്ലേ?